പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലാസ് ഒന്നുമല്ല കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നോട് ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. എന്നോട് മാത്രമല്ല, മിക്ക ചാനലിന്റെയും താഴെയായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2 പ്രിലിംസ് കഴിഞ്ഞു. അതിന്റെ ഫസ്റ്റ് ഫേസിൽ എനിക്ക് 30 മാർക്കേ ഉള്ളൂ, 32 മാർക്കേ ഉള്ളൂ. ചിലർക്ക് 35 ഉണ്ട്, ചിലർക്ക് 50 മാർക്കുണ്ട്. സെക്കൻഡ് ഫേസിൽ എനിക്ക് 35 ഉള്ളൂ. ഫസ്റ്റ് ഫേസ് ഞാൻ വീട്ടിൽ ഇരുന്ന് ചെയ്തപ്പോൾ 50 മാർക്ക് കിട്ടി. സെക്കൻഡ് ഫേസിൽ എനിക്ക് 33 മാർക്കേ ഉള്ളൂ. എനിക്ക് പ്രിലിംസ് പാസ് ആവാൻ പറ്റുമോ? ഞാൻ പഠിക്കണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പഠിക്കണോ എന്ന് നിങ്ങൾ പോയിട്ട് ഓരോ ചാനലിലും നിങ്ങൾ ജോയിൻ ചെയ്ത കോഴ്സിലെ മെന്റേഴ്സിനോടും ഒക്കെ പോയി ചോദിക്കുന്നുണ്ട് അല്ലെ. ചിലർക്ക് പോയി കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ശരിക്കും ഈ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റി എന്നോടാണെങ്കിൽ പോലും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അല്ലെ. കാരണം എന്താ, നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ട്രെൻഡ് നോക്കിയിട്ടാണ് ഈ പലതും പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഫേസിൽ 45, 46 മാർക്കായിരിക്കും PSC യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത്. 44 ആയിരിക്കും കമ്പനി ബോർഡ്. ഈ വർഷം അതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നോർമലൈസേഷൻ കിട്ടുവോ ഇല്ലയോ ഇതൊക്കെ PSC തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ജസ്റ്റ് വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല. ആർക്കെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കുക. സത്യമാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് എടുത്താൽ മതി. എനിക്ക് 35 മാർക്കേ ഉള്ളൂ, എനിക്ക് 40 മാർക്കേ ഉള്ളൂ. അതൊരു റിയാലിറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് നിങ്ങളുടെ തീരുമാനം? ഇനിയിപ്പോ ഒരാൾ വന്നിട്ട് പഠിക്കുക, നിങ്ങൾ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതോടുകൂടി നിർത്തുവോ ഇല്ലയോ? ഇൻ കേസ് പ്രിലിംസിന്റെ റിസൾട്ട് വന്നു, നിങ്ങൾ പാസ്സായി, 35 ആയിരുന്നു ആ പ്രാവശ്യത്തെ കട്ട് ഓഫ്, നിങ്ങൾ പാസ്സായി. നിങ്ങൾക്ക് പിന്നെ കിട്ടാൻ പോകുന്ന വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളുടെ മെയിൻസ് ഫുൾ പാളി. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല. ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞവരോട് പോയിട്ട് ബ്ലെയിം ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ സമയം പോയി എന്ന് പറഞ്ഞിട്ട് അന്ന് ഇരുന്ന് കരഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ നിലവിലുള്ള കാര്യം എന്താണ്? പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലെ. PSCയുടെ രീതി അനുസരിച്ചിട്ട് പ്രിലിംസിന്റെ 3rd ഫേസ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ 3rd ഫേസ് നടന്ന് അതിന്റെ റിസൾട്ട് വരണമെങ്കിൽ കുറച്ച് ഡിലേ ഉണ്ട്. ഈ ഡിലേ, ആ ഒരു കാത്തിരിപ്പ്, അതായത് ഇപ്പം ഓരോരുത്തരുടെ കമന്റ് കേട്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കണോ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരോടാണ് പറയുന്നത്. അപ്പൊ ഈ ഡിലേ ഒക്കെ കഴിഞ്ഞ് പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പാസ്സായി കഴിയുമ്പോൾ തൊട്ട് പിറ്റേന്ന് തൊട്ട് തുടങ്ങും, എനിക്ക് സമയമില്ല, ഞാൻ അങ്ങനെ ചെയ്തു പോയി, ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചില്ല, അതുകൊണ്ട് മാത്രം ഞാൻ മെയിൻസിന് പൊട്ടി, ഇതല്ലേ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സമയത്തെ, നമ്മൾ വലിയ ആൾക്കാരൊക്കെ പറയില്ലേ, സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ നിങ്ങളൊരു സീരിയസ് ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 30 മാർക്കൊക്കെ വാങ്ങിച്ചവരാണെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് കോമൺ ടോപ്പിക്സ് കാണുമല്ലോ, അതായത് മെയിൻസിനും പ്രിലിംസിനും ഉള്ള കോമൺ ടോപ്പിക്സ് കാണുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒരെണ്ണം വെച്ച് പഠിച്ചു തുടങ്ങിക്കൂടെ? ഈ എല്ലാവരോടും ചോദിച്ചുകൊണ്ട് നടക്കുന്ന സമയം അല്ലെങ്കിൽ കംപ്ലീറ്റ് കമന്റ്സ് വായിക്കുന്ന സമയം പോരെ? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് ആൾക്കാരുടെ സമയം ഫുള്ള് നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരാളുടെ അഭിപ്രായം കേൾക്കുന്നതിനകത്ത് എന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ഫുൾ ടൈം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ മാറ്റി വെക്കുക, പലരുടെ വീഡിയോസ് കേൾക്കുക, എന്നിട്ട് ഓരോരുത്തരുടെയും വേർഷനിൽ ചിന്തിച്ചിട്ട് നമ്മൾ നമ്മുടെ ചിന്ത അങ്ങോട്ട് കൊണ്ടുപോകും. അവർ പറയുന്നതായിരിക്കും ശരി, ഇവർ പറയുന്നതായിരിക്കും ശരി. അല്ലെങ്കിൽ കുറെ പേര് കമന്റ് ഇട്ടിട്ട് പറയും എനിക്ക് 54 മാർക്കുണ്ട്, എനിക്ക് 60 മാർക്കുണ്ട്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യും, അയ്യോ എനിക്ക് 30 മാർക്കേ ഉള്ളൂ, അവർക്ക് 54, 60 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ കയറിപ്പോവും, എന്റേത് പോയി അല്ലെ. അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ കുറെ സമയം നമ്മുടെ അവിടെ കളയും. അതിനുശേഷം നമ്മുടെ തലയ്ക്കകത്ത് മൊത്തം കൺഫ്യൂഷൻസ് ആയിരിക്കും. നമ്മൾ പറയില്ലേ, മെന്റൽ ഫോഗ് വന്നതുപോലെ ഇങ്ങനെ ഇരിക്കും, ഞാൻ പഠിക്കണോ വേണ്ടയോ? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് തീരുമാനിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റൊരു തേർഡ് പാർട്ടിയോ മറ്റൊരാൾ വന്ന് പറഞ്ഞു തരേണ്ട കാര്യമോ ഇല്ല. ഡിഗ്രി കഴിഞ്ഞവരല്ലേ നിങ്ങളെല്ലാവരും, പരിചയസമ്പത്തുള്ളവരല്ലേ നിങ്ങളെല്ലാവരും, അത്യാവശ്യം പ്രായമില്ലേ എല്ലാവർക്കും. എല്ലാവരുടെ അടുത്ത് വന്നു നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവശ്യം നമുക്കില്ല. അപ്പം ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ? മുന്നോട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ചുറ്റുപാട് നടന്നിട്ട് ഇങ്ങനെയുള്ള എല്ലാ തമ്പനയിലും നോക്കി എല്ലാവരുടെയും കമന്റ് ഒക്കെ നോക്കി സമയം കളഞ്ഞ് പോവാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ പോവാം. അതല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നന്നായിട്ട് മുന്നോട്ട് പഠിക്കാനാണ് തീരുമാനമെങ്കിൽ ചെറിയ സ്റ്റെപ്പ് ഇന്ന് തന്നെ വെച്ച് തുടങ്ങാം. ചെറിയ സ്റ്റെപ്പുകളാണ് വലുതിലേക്ക് പോകുന്നത്. നിങ്ങൾ ഫുൾ പഠിക്കണമെന്നോ 10 മണിക്കൂർ ഇന്ന് പഠിക്കണമെന്നോ അല്ല പറയുന്നത്. 1 hour എങ്കിലും 1 hour നിങ്ങൾ കോമൺ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി തുടങ്ങിക്കോ.
പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സോ അങ്ങനെയൊക്കെ നോക്കി തുടങ്ങുക. മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, ഉറപ്പുണ്ട് അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തോ. സ്പെഷ്യൽ ടോപ്പിക്സ് ഫോക്കസ് ചെയ്യണോ, ചെയ്തോ. ആരോട് ചോദിക്കാനാ? നമ്മുടെ സമയമല്ലേ. വെറുതെ കമന്റ്സ് നോക്കി കളയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് കളയുന്ന സമയമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കുറെയൊക്കെ തീരുമാനിക്കുക. അല്ലാതെ കുറച്ച് ഇപ്പോഴത്തെ പുതിയൊരു ജനറേഷന്റെ രീതി അനുസരിച്ചാണ് ചാറ്റ് ജി പി ടിയോട് ചോദിക്കും എനിക്ക് ഇത്രയുണ്ട്. ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിട്ട് എന്ത് കൊടുക്കാനാ? പി എസ് സി അല്ലേ തീരുമാനിക്കുന്നത്, മാനുവലായിട്ടല്ലേ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പി എസ് സി തീരുമാനിക്കട്ടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇത്രയാണ്, ഈ മാർക്കിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇനി തേർഡ് ഫേസ് കൂടെ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഈസി ആണെങ്കിൽ നോർമലൈസേഷൻ മാർക്ക് കിട്ടിയേക്കാം. അതൊക്കെ നമ്മുടെ ലക്ക് പോലിരിക്കും. പക്ഷെ ഒരു 35-40 റേഞ്ചിനകത്ത് മാർക്കുള്ളവർക്ക് പഠിക്കരുത് എന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ വലിയ വലിയ ചാനലുകാരോ കോഴ്സ് നടത്തുന്നവരോ ഒന്നുമല്ല തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പഠിക്കണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു തീരുമാനം എടുക്കുക. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ ഞാൻ ഡ്രോപ്പ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ ചുറ്റുപാടുള്ളതിനെ ബ്ലെയിം ചെയ്യാനാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്? ആ തീരുമാനം ഇന്ന് തന്നെ എടുക്കുക. ഓക്കെ. അപ്പൊ ഇച്ചിരി തിരക്കാണെങ്കിൽ കുറേ ഇങ്ങനെ കണ്ടതുകൊണ്ട് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. എന്തെങ്കിലും ഇഷ്ടക്കേട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യക്കേട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലോ ക്ഷമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.